ചേർത്ത് വാഴച്ചുണ്ട് തോരൻ വയ്ക്കുന്നതാണ് ചെയ്യുന്നത്. അതിനായിട്ട് ചെറിയ 3 വാഴച്ചുണ്ട് എടുത്തിട്ടുണ്ട്. പുറത്തെ 3-4 ഇതളുകൾ നീക്കം ചെയ്ത ശേഷം വാഴച്ചുണ്ട് കൊത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ അകത്ത് പൂവോ പൂമ്പൊടിയോ യാതൊന്നും തന്നെ നീക്കം ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ 2 കൈയിലേക്കും തൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ടിലേക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. വാഴച്ചുണ്ടിൽ നിന്നും കറ ഇളകി വരാതിരിക്കാനായിട്ടാണ് ഇത്തരത്തിൽ വെളിച്ചെണ്ണ തിരുമ്മി യോജിപ്പിക്കുന്നത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത ശേഷം ഇതിലേക്ക് 3 ചെറിയ ഉള്ളി, ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത ശേഷം ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ തിരുമ്മി അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറാണ്. വാഴച്ചുണ്ടിൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അല്പം ഉപ്പ് കൂടി ചേർത്ത ശേഷം ഇട്ട് കൊടുക്കാം. വൻപയർ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ സമയം വൻപയറിന് മാത്രം ആവശ്യമുള്ള അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. വൻപയർ വേവിക്കുമ്പോൾ അധിക വെള്ളം പാടില്ല. കൂടുതൽ വെള്ളം വൻപയറിൽ നിൽക്കുവാണെങ്കിൽ അതിനെ വറ്റിച്ച ശേഷം വേണം വാഴച്ചുണ്ടിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ വാഴച്ചുണ്ട് വെന്ത് വരുമ്പോഴേക്കും കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എരിവിനായിട്ട് 3 പച്ചമുളക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച ശേഷം അതും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. അരപ്പിലേക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം വാഴച്ചുണ്ടിൽ പെട്ടെന്ന് തന്നെ ഉപ്പിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ ചെറിയ തീയിലേക്ക് ആക്കി ഇടാവുന്നതാണ്. നന്നായിട്ട് ആവി വന്ന് വാഴച്ചുണ്ട് വെന്ത് പയറിനൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വാഴച്ചുണ്ട് ഒടിച്ച ഉടനെ തന്നെ കറി വയ്ക്കുന്നതിനാണ് എപ്പോഴും കൂടുതൽ രുചി. വെച്ചിരുന്ന ശേഷം കറി വെച്ചാൽ അത്രത്തോളം നന്നാവാറില്ല. അതുപോലെ തന്നെ എല്ലാ വാഴയുടെയും വാഴച്ചുണ്ട് കറി വയ്ക്കാനായിട്ട് എടുക്കാറില്ല. പാളയംകുടൻ്റെയും ഏത്തവാഴയുടെയും ലേഡീസ് ഫിംഗർ അഥവാ ചുണ്ടില്ല കണ്ണൻ എന്നീ വാഴയുടെയൊക്കെ മാത്രമാണ് കറി വയ്ക്കാനായിട്ട് എടുക്കാറ്. മറ്റുള്ള വാഴച്ചുണ്ട് കറി വെച്ചാൽ കൂടുതൽ കയ്പ്പായിരിക്കും ഉണ്ടാകുക. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാൻ നല്ലൊരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്